എല്ലാവർക്കും നമസ്കാരം. സോ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നൊരു പഴഞ്ചൊല്ല് അല്ലെങ്കിൽ ബനാന ടോക്കൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇത് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലും ഇത് ബാധകമാണ്. പലർക്കും അറിയാം, എല്ലാ വർഷവും ഓരോ വർഷത്തെയും ടോപ്പ് പെർഫോമിംഗ് ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പലയിടങ്ങളിലും അഡ്വർടൈസ്മെൻറ്റ്സ് ആയിട്ടും റെഫറൻസസ് ആയിട്ടും സോഷ്യൽ മീഡിയാസിലൊക്കെ നമുക്ക് കാണാൻ കഴിയും അല്ലേ. അപ്പോൾ നമ്മളത് കണ്ട ഉടനെ 18% റിട്ടേൺ, 20% റിട്ടേൺ, ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്ന ടോപ്പ് പെർഫോമിംഗ് ഫണ്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ കയ്യിൽ വരാറുണ്ട്. സോ അതൊക്കെ നമ്മൾ വരുന്ന മ്യൂച്വൽ ഫണ്ടിൽ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെന്ത് ചെയ്യുന്നു, ഉടനെ അത്തരം ഫണ്ട്സ് അത് പേര് മാത്രം കാണുന്നു, ഇമ്മീഡിയറ്റ്ലി അതിലേക്ക് പോയി ജോയിൻ ചെയ്യുന്നു, അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു. സോ എല്ലാം ടോപ്പ് പെർഫോമിംഗ് എന്ന് കണ്ടാൽ ഉടനെ അതെല്ലാം ബെസ്റ്റ് ഫണ്ട്സ് ആകണമെന്ന് നിർബന്ധമില്ല. ടോപ്പ് പെർഫോമിംഗ് ഈസ് നോട്ട് ഈക്വൽ ടു ബെസ്റ്റ് ഫണ്ട്സ്. സോ അതാണ് നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയം. സോ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നിങ്ങളെല്ലാവരും വീഡിയോ കൃത്യമായിട്ട് കാണുക. വളരെ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം, ഏതൊക്കെ പാരാമീറ്റേഴ്സ് നമ്മൾ വാച്ച് ചെയ്യണം, എവിടെ നിന്ന് വാച്ച് ചെയ്യണം, എങ്ങനെ അത് മനസ്സിലാക്കാം, ആരെങ്കിലും എന്തെങ്കിലും മിയർ സജഷൻസ് ബാങ്കിൽ നിന്നോ അവിടെ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്സിക്യൂട്ടീവ്സൊക്കെ വയ ഫോൺസൊക്കെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇന്നൊരു സ്കീമിലേക്ക് നിങ്ങൾക്ക് ചേരൂ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് തള്ളിക്കളയേണ്ട. പകരം നിങ്ങളതിനെ എന്താ ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഫണ്ട് ഏതാണെന്ന് നിങ്ങൾ നോക്കുക. പിന്നെ ആ ഫണ്ടിൽ നിങ്ങളുടേതായിട്ടുള്ള വ്യൂ പോയിൻറ്റ്സ് എങ്ങനെ കണ്ടെത്തിയിട്ട് അത് മികച്ച ഫണ്ടാണോ ഇല്ലയോ, അതിൻ്റെ വെറും ഒരു പെർഫോമൻസ് ആക്ടിവിറ്റീസ് മാത്രം കണ്ടുകൊണ്ട് ഈ വർഷം നല്ല ഫണ്ടാണെങ്കിൽ ചിലപ്പോൾ അടുത്ത വർഷത്തെ റേറ്റിംഗ് നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇപ്പോൾ 2026 നമ്മൾ 2025 ടോപ്പ് 10 ഉണ്ടായിരുന്ന ഫണ്ടായിരിക്കാം, ചിലപ്പോൾ 2026 ആകുമ്പോഴേക്കും അത് ടോപ്പ് 250 ഫണ്ടിലേക്ക് അങ്ങ് മാറിപ്പോകും. സോ ഇതൊക്കെ പാർട്ട് ഓഫ് എന്താ പറയുക മ്യൂച്വൽ ഫണ്ട് ആക്ടിവിറ്റീസിലാണ്. അപ്പോൾ ഒരു ഫണ്ട് സെലക്ട് ചെയ്യുന്ന മെത്തഡോളജീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ വളരെ കീ ആയിട്ട് ഫോളോ ചെയ്യേണ്ടുന്ന കാര്യം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുന്ന പോയിന്റ് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നുണ്ട്. അതിന് മുന്നേ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ദൻ മലയാളം എല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ദൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദന്നിൻ്റെ ആപ്ലിക്കേഷൻ വഴി തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫണ്ടിനെ പറ്റി മനസ്സിലാക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ്ലി നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും പറ്റും. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് പർട്ടിക്കുലർലി നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലാരിഫിക്കേഷൻ ചെയ്ത് തരും. നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതുമാണ്. ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ ഒരു ഫണ്ട് നല്ല പെർഫോമിംഗ് ഫണ്ടാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കേണ്ടുന്നത് ഫണ്ടിൻ്റെ ആവറേജ് കുറച്ച് പാരാമീറ്റേഴ്സ് നമ്മളുണ്ട്. ഏത് ഫണ്ടാണത്, ഏത് കാറ്റഗറിയിൽപ്പെട്ട ഫണ്ടാണെന്നുള്ളത് നോക്കണം. അത് എന്താ പറയുക, ഇക്വിറ്റി ലിങ്ക്ഡ് ആണോ, അതോ ഡെപ്റ്റ് ഫണ്ടാണോ, അത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫണ്ട്സ്. ഇക്വിറ്റിയിൽ തന്നെ ഡിഫറെൻറ്റ് ലാർജ് ക്യാപ്പ് ഉണ്ട്, ഹൈബ്രിഡ് ഉണ്ട്, മിഡ് ക്യാപ്പ് ഉണ്ട്, സ്മോൾ ക്യാപ്സ് ഉണ്ട്. സോ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ട് നമ്മൾ ഫണ്ടുകൾ കൃത്യമായ നമ്മളുടെ ഗോൾ, നമ്മുടെ ലക്ഷ്യം അടിസ്ഥാനപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ഫണ്ട് ഡിസൈഡ് ചെയ്യാൻ. അല്ലാണ്ട് അഡ്വർടൈസ്മെൻറ്റ്സ് കണ്ടിട്ടല്ല നമ്മൾ ഒരിക്കലും ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ. അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദ സെൻസ് നമ്മൾ വിചാരിക്കുന്നു പേപ്പറിലും ടി വിയിലും ഒന്നും ആഡായിട്ട് വരത്തില്ല, പകരം മ്യൂച്വൽ ഫണ്ട് നല്ലതാണെന്ന് വരും. തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട് നല്ലത് തന്നെയാണ്, ആവശ്യവും തന്നെയാണ്. പക്ഷേ അത് കറക്റ്റായ രീതിയിൽ നമ്മൾ വിനിയോഗിക്കാൻ ശ്രമിക്കണം. സെലക്ഷൻ ഓഫ് ഫണ്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ ചില പാരാമീറ്റേഴ്സ് നമ്മൾ ഫോളോ ചെയ്യാനും മറക്കരുത്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, വെരി സിമ്പിളുമാണ്. ഓക്കെ, അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതറിയാതെ പലരും ട്രാപ്പിലകപ്പെട്ട് പോകാറുണ്ട്. മ്യൂച്വൽ ഫണ്ട് എന്ന് കരുതി അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് വർഷത്തെ ലോക്ക് ഇൻ പീരീഡൊക്കെ ഉള്ള ഇൻഷുറൻസ് സ്കീമുകളിലേക്കായിരിക്കും അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അപ്പോൾ അവർ അറിയത്തില്ല അത് മ്യൂച്വൽ ഫണ്ടിലേക്കല്ല പോകുന്നത്, ഇൻഷുറൻസ് സ്കീമാണെന്ന്. ഓരോരുത്തർ ഇത് നേരിട്ട് എനിക്ക് നല്ല അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയുവാണ്. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ടെങ്കിൽ ബന്ധപ്പെടാം. തീർച്ചയായിട്ടും ഞാൻ എൻ്റേതായിട്ടുള്ള ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഓക്കെ, സോ നമുക്ക് സ്ക്രീനിലേക്ക് പോകാം. 1-2 ഡീറ്റെയിൽസ് ഡേറ്റാസ് ഞാൻ പറയുന്നതിന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. പാസ്റ്റ് പെർഫോമൻസ് ഒരിക്കലും എന്താ പറയുക, അത് ഫ്യൂച്ചർ പെർഫോമൻസിൻ്റെ ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾ ആരും കണക്കാക്കരുത്. ഓരോ അറ്റ്ലീസ്റ്റ് മിനിമം 2 to 3 years റൊട്ടേഷണൽ പീരീഡിലേക്ക് പോകുന്ന ഫണ്ടാണോ എന്നുള്ളത് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം.
പാസ്റ്റ് പെർഫോമൻസ് ഓൾവേസ് ഇപ്പോൾ നമ്മൾ അതിൽ ഏറ്റവും ഷോർട്ട് പീരിയഡ് പാസ്റ്റ് പെർഫോമൻസ് എങ്ങനെയുണ്ട്, ലോങ്ങർ പീരിയഡിലുള്ള പാസ്റ്റ് പെർഫോമൻസ് എങ്ങനെയുണ്ട്, ആവറേജ് ടോട്ടൽ ഓൾ ടൈം പെർഫോമൻസ് എങ്ങനെയുണ്ട്, ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ക്ലീനായിട്ട് നോക്കണം. അതിനോടൊപ്പം തന്നെ ഫണ്ട് ഫാക്ട് ഷീറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഏത് ഫണ്ടിനും, മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെന്തുണ്ടായിരിക്കും, ഒരു ഫണ്ട് ഫാക്ട് ഷീറ്റ് ഉണ്ടായിരിക്കും. ഫണ്ട് ഫാക്ട് ഷീറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വിക്ക് റെഫറൻസ് നമുക്ക് ലഭിക്കും. വേറെയും ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് ഉണ്ട്, SID ഉണ്ട്, ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് അതിലേക്കൊന്നും പോകേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മളതൊക്കെ വായിച്ച് മനസ്സിലാക്കണം. പക്ഷേ എന്നാൽ ഇതിൻ്റെയൊക്കെ സംഗ്രഹമായിട്ടുള്ള ഒരു വളരെ ക്വിക്കായിട്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ചില ഡേറ്റ ഇൻഫർമേഷൻ പാക്ഡ് ആയിട്ടുള്ള ഒറ്റ PDF ഫണ്ട്സ്, അത് എല്ലാ ഫണ്ടിനും തീർച്ചയായിട്ടും എന്തുണ്ടായിരിക്കും, ഈ പറയുന്ന എല്ലാ ഡോക്യുമെൻറ്റ്സും ഉണ്ടായിരിക്കും. അതിനോടൊപ്പം ഫണ്ട് ഫാക്ട് ഷീറ്റും ലഭ്യമാണ്. ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ ഏത് സ്കീമിൽ ആണോ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ആ സ്കീമിൻ്റെ പേരും കൊടുത്തിട്ട് അതിൻ്റെ ഫണ്ട് ഫാക്ട് ഷീറ്റ് എന്ന് സെർച്ച് ചെയ്യുക. തീർച്ചയായിട്ടും ഒത്തിരി പോർട്ടൽസ് ഫണ്ട് ഫാക്ട് ഷീറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും, PDF ആയിട്ട് ലഭിക്കും. അത്തരത്തിലൊരു PDF ഞാൻ നിങ്ങൾക്കിവിടെ 1-2 PDFs ഓപ്പൺ ചെയ്ത് വച്ചിട്ടുണ്ട് ഫോർ വേരിയേഷൻസ്, ഡിഫറെൻറ്റ് അതിൻ്റെ കാറ്റഗറി വേരിയേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 1 by 1 ആയിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, സോ ഇവിടെ നോക്കൂ, നിങ്ങൾ നിപ്പോൺ ഇന്ത്യയുടെ മിഡ് ക്യാപ് ഫണ്ടിനെ പറ്റിയിട്ടാണ്. ഒരിക്കലും ഇതൊരു റെക്കമെൻഡേഷനായിട്ടോ ഒരു കമ്പനിയുടെ ഫണ്ടിൻ്റെ റെക്കമെൻഡേഷനായിട്ടോ ഒന്നും നിങ്ങളിത് കണക്കാക്കരുത്. നമ്മളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിലേക്ക് വേണ്ടി മാത്രം ഞാനൊരു ഫണ്ട് എടുത്തു, അതിൻ്റെ ഹെഡിങ് അത് ആയതുകൊണ്ട് ഞാനത് വായിച്ചു എന്നേ ഉള്ളൂ. ആ ഒരു കമ്പനിയുടെ വിട്ടിട്ട് ഗ്രോത്ത്, ഇന്ത്യ ഗ്രോത്ത് മിഡ് ക്യാപ് ഫണ്ട്, മിഡ് ക്യാപ് അതാണ് നമ്മുടെ ഇവിടുത്തെ കീ പോയിന്റ്. ഇവിടുത്തെ മേജർ ഇതാണ് മിഡ് ക്യാപ്. ഇതാണ് ഇവിടുത്തെ ടോപ്പ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കും. എന്താണ് മിഡ് ക്യാപ് ഫണ്ട് എന്ന് മനസ്സിലാക്കുക. അത് ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ, ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്. ഞാനൊരു എക്സാമ്പിൾ വേറെ ഒന്ന് കാണിച്ചു തരാം. നോക്കൂ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലെക്സി ക്യാപ്പ്, ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ്, വാല്യൂ അല്ലെങ്കിൽ കോൺട്രാ ക്യാപ്പ് ഉണ്ട്, മിഡ് ക്യാപ്പ് മാത്രമായിട്ടുള്ള ഫണ്ടുണ്ട്, സ്മോൾ ക്യാപ്പ് ഉണ്ട്, മൾട്ടി ക്യാപ്പ് ഉണ്ട്, ഡിവിഡൻഡ് ഫണ്ടുണ്ട്, ഫോക്കസ്ഡ് ഫണ്ടുണ്ട്, ടാക്സ് സേവിങ്സ് ഫണ്ട്, ഈക്വിറ്റി ലിങ്ക്ഡ് ടാക്സ് സേവിങ്സ് ഫണ്ട്സ് ഉണ്ട്, ലാർജ് ക്യാപ്പ് ഉണ്ട്, ഡൈനാമിക് അസറ്റ് അലൊക്കേഷൻ ഫണ്ടുണ്ട്, മൾട്ടി അസറ്റ് ഫണ്ട്. മൾട്ടി അസറ്റ് എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ. അസറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഈക്വിറ്റി അതൊരു അസറ്റാണ്, ഗോൾഡ് അതൊരു അസറ്റാണ്, ബോണ്ട് അതൊരു അസറ്റാണ്. അപ്പോൾ ഇതുപോലുള്ള മിക്സഡ് ആയിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോസ് നമ്മൾ നിക്ഷേപിക്കുന്ന തുകയെ പല തരത്തിലുള്ള അസറ്റുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് മൾട്ടി അസറ്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മേജർ പർപ്പസ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് റീസണബിൾ റിട്ടേണും ലഭിക്കണം എന്നുള്ളതാണ്. ഓരോരുത്തരുടെ റിസ്ക് അപ്പറ്റൈറ്റ് എന്ന് പറയും. ഇപ്പോൾ നിങ്ങളുടെ ഏജ് വളരെ കുറവാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് നല്ല ജോബിലൊക്കെ ഉള്ള ആൾക്കാരാണ്, നല്ല റീസണബിൾ ഏർണിങ്സ് ഉണ്ട്, നിങ്ങൾക്ക് മാസം നിങ്ങളുടെ എല്ലാ ചിലവും, ദൈനംദിന ചിലവ്, ഡൊമസ്റ്റിക് ആക്ടിവിറ്റീസ്, നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ ബാക്കിയുള്ള വെൽഫെയർ ആക്ടിവിറ്റീസിനൊക്കെ പോയിട്ട് മിച്ചം ബാലൻസ് ഒതുക്കി വെക്കാൻ അത്യാവശ്യം റീസണബിൾ ഫണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങൾ കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ള ഫണ്ടുകളിലേക്കൊക്കെ പോകാനുള്ള നിങ്ങൾക്ക് ശ്രമം നടത്തുക. അപ്പോൾ ഫ്യൂച്ചറിലേക്ക് അത് വീണ്ടും വലിയൊരു അക്യുമുലേഷനായിട്ട് മാറാൻ സാധ്യതയുണ്ട്. പിന്നെ നെക്ക് ടു നെക്ക് പോകുന്നവരുണ്ടാവും, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള, കുട്ടികളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടോ, അവർ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ഏണിംഗ് പീപ്പിൾ ഉണ്ടാവാം. നിങ്ങളെപ്പോലുള്ളവർക്ക് പെൺകുട്ടികൾ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും. അവരുടെ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് 5 വർഷം, 10 വർഷം, 15 വർഷത്തേക്കൊക്കെ പ്ലാൻ ചെയ്തിട്ട് മാസം തോറും 5,000 അല്ലെങ്കിൽ 10,000 ഒക്കെ വെച്ചിട്ട് SIP മാതിരിയൊക്കെ ചെയ്യുന്നവരോ, അല്ലെങ്കിൽ ലംസമായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്, ഇത്തരം വിഷയങ്ങൾക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അത്തരക്കാരെന്ത് ചെയ്യുക, ഒരു മോഡറേറ്റ് റിസ്കിലേക്കൊക്കെ നിങ്ങൾ പോവുക. വലിയ റിസ്ക് എടുക്കേണ്ട ആവശ്യം, അഗ്രസീവായിട്ട് നിങ്ങൾ അക്യൂമുലേഷൻ നോക്കേണ്ട കാര്യമില്ല, എന്നാൽ തീരെ ലോയിലും പോകേണ്ട കാര്യമില്ല. സോ ഇത്തരം വ്യതിയാനങ്ങളൊക്കെ സിമ്പിളായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്കത് വരണം. ഓക്കെ, പക്ഷേ അത് വരണമെങ്കിൽ എവിടെ നിന്ന് വരണം, നമുക്ക് അറിവിലൂടെ വേണം നമുക്ക് സാധിക്കാൻ പറ്റുക. അത് എന്താ വേണ്ടത്, ഏത് ഫണ്ടിനും നമുക്ക് ബേസിക്കലി, നിങ്ങൾ ആദ്യം ബേസിക്കായിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നാൽ, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഈക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിലാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് ക്യാപ്പോ ആയിക്കോട്ടെ, അതായത് ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്,
മിക്സഡ് ക്യാപ്പ്, ഹൈബ്രിഡ്, ഇതെല്ലാം ഏതും ആയിക്കോട്ടെ, അതിൻ്റെ ഏത് ഫണ്ടിൽ നമ്മൾ നിക്ഷേപിച്ച കുറഞ്ഞ കാലാവധിയിലാണ് മേജർ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. മ്യൂച്വൽ ഫണ്ട്സ് ഒരിക്കലും നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നാളെ മുതൽ നിങ്ങൾ എടുത്തു വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒരു വ്യത്യാസവും തോന്നത്തില്ല, നിങ്ങൾക്ക് ഒരു വ്യത്യാസവും കാണാൻ കഴിയത്തില്ല. കുറഞ്ഞ പീരീഡ്, ഏറ്റവും കുറഞ്ഞത് 5 years എങ്കിലും നിങ്ങൾ മിനിമം എന്താ പറയുക കണ്ടിന്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനും, അല്ലെങ്കിൽ ലംസമാണെങ്കിൽ കുറഞ്ഞത് 5 years വെയിറ്റ് ചെയ്യാനെങ്കിലും നിങ്ങൾ ശ്രമിക്കണം. 5 yearsൽ നിങ്ങൾക്ക് 50,000 കിട്ടുകയാണെങ്കിൽ അതേ 10 years ആണെങ്കിൽ നിങ്ങൾക്കത് ഒരു 1,50,000 റേഞ്ചിലേക്ക് പോകും. ഞാൻ എക്സാമ്പിൾ പറയാം, 3 times ഒക്കെ പറഞ്ഞാൽ അതുവേ നിങ്ങൾ 15 yearsലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ഡബിളോ ട്രിപ്പിളോയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ദ ലോങ്ങർ ദ പീരിയഡ് ദ ഹയർ ദ റിട്ടേൺ യു ഗെറ്റ് എന്നാണ് എൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത്. കാരണം എന്താണ്, നമ്മൾക്ക് നിങ്ങൾ തന്നെ നോക്കൂ, ഷെയർ മാർക്കറ്റിനെ പറ്റി അറിയാത്തവരാണെങ്കിലും അറിയുന്നവരാണെങ്കിലും നിങ്ങൾ ന്യൂസിലും അതിലും ഇതിലൊക്കെ എല്ലാ ദിവസവും നിങ്ങൾ നിഫ്റ്റി ഇന്ന് ഇത്ര രൂപ, സെൻസെക്സ് ഇത്ര രൂപ ഉയർന്നു, നിഫ്റ്റി ഇത്ര രൂപ ഉയർന്നു എന്നുണ്ടാവും. ഇതേ ഇപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് നിഫ്റ്റിയുടെ വാല്യൂ അറൗണ്ട് 24,000 25,000 റേഞ്ചിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഇതേ ഒരു 5 years ബാക്ക് നിഫ്റ്റിയുടെ വാല്യൂ എത്രയായിരുന്നു എന്നറിയോ? നിയർലി 12,000-നും 15,000-നും ഇടയിലായിരുന്നു. ഈ 5 years കൊണ്ടാണ് അത് ഓൾമോസ്റ്റ് 10,000 points ആൻഡ് എബോ. ഞാനൊരു അപ്രോക്സിമേറ്റ് ഒരു ആവറേജ് ഐഡിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ പറയുന്നത്. 10,000 റേഞ്ചിലുണ്ടായിരുന്നത് ഇപ്പോൾ അത് 25,000 റേഞ്ചിലേക്ക് വന്നു ഒരു 5 കൊല്ലം കൊണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണ്, നമ്മുടെ സൂചിക നിഫ്റ്റി എന്ന് പറയുന്നത് സെൻസെക്സും നിഫ്റ്റി എന്ന് പറയുന്നത് എന്താണ്, ഓവറോൾ ഇന്ത്യൻ ഷെയർ മാർക്കറ്റിലെ ഷെയർ മാർക്കറ്റിലെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. അത് ഈ നോക്കൂ, ഓരോ 5 ഇപ്പോൾ ഒരു 5 yearsൻ്റെ ആവറേജ് നമ്മൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ നോക്കൂ, അത് ഗ്രോത്ത് തന്നെയാണ്. പക്ഷേ എന്നാൽ ഇതിൻ്റെ ഇടയിൽ എന്തെല്ലാം കാര്യങ്ങൾ വരും, എല്ലാ ദിവസവും അതിങ്ങനെ മേളിലേക്ക് പോകുന്നു എന്നാണോ അർത്ഥം? അങ്ങനെയല്ല. ഇപ്പോൾ 10,000-ൽ നിന്നും അതൊരിക്കൽ 12,000-ലേക്ക് പോയിട്ടുണ്ടാവാം. ആ 12,000-ൽ നിന്നും വീണ്ടും സഡൻ മീൻസ് ആ ഓവർ എ പീരീഡിൽ അത് ചിലപ്പോൾ വീണ്ടും തിരിച്ച് 10,000-ഓ ചിലപ്പോൾ അതിന് താഴെയും പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നിരിക്കാം. ഈ പറഞ്ഞ പീരീഡിനുള്ളിൽ, ഞാൻ ഈ പറയുന്നത് ഒരു 5 years സ്റ്റാർട്ടിങ് മുതൽ നൗ അറ്റ് പ്രസൻറ്റ് വരെയുള്ള ഈ ഒരു 5 years പീരീഡിനുള്ളിൽ ഇത് സംഭവിക്കാം. പിന്നെയും തിരിച്ച് കയറും. ഇത് എപ്പോൾ, നാളെ എന്ത് സംഭവിക്കും, മറ്റന്നാൾ എന്ത് സംഭവിക്കും, നമുക്ക് ഒരിക്കലും ഒരു ഷാർപ്പ് പ്രഡിക്ഷൻ നടത്താൻ സാധിക്കത്തില്ല. സോ അതിനാലാണ് നിങ്ങൾ നിക്ഷേപിക്കുന്ന ഈക്വിറ്റി റിലേറ്റഡ് ആയിട്ട് നിക്ഷേപിക്കുന്ന ഫണ്ടുകളിൽ ആ ഫണ്ട് എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിനുള്ളിൽ തന്നെയാണ് മെജോറിറ്റി ഓഫ് ദ ഫണ്ട് പോകുന്നത്. 1 point. ആ പോകുന്ന ഫണ്ട് നിക്ഷേപിക്കപ്പെടുന്നതും ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള കമ്പനീസിൻ്റെ പുറത്ത്, അവരുടെ ഷെയർസിൻ്റെ പുറത്താണ്. നമ്മൾ നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന തുക നമ്മൾ അലൊക്കേറ്റ് ചെയ്യുന്നത് ഈക്വിറ്റീസിൽ തന്നെയാണ്. അപ്പോൾ നിഫ്റ്റി എന്ന് പറയുന്നതോ സെൻസെക്സ് എന്ന് പറയുന്നത് സൂചിക വളരുന്നു എന്നർത്ഥം എന്താണ്? അത് കോമ്പിനേഷൻ ഓഫ് നമ്മുടെ ഷെയർ മാർക്കറ്റ്, മൊത്തത്തിലുള്ള മാർക്കറ്റിൻ്റെ വളർച്ചയെ തന്നെയാണ്. ആ മൊത്തത്തിലുള്ള മാർക്കറ്റ് വളരുക എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ നമ്മൾ നിക്ഷേപിക്കുന്ന കമ്പനീസും തീർച്ചയായിട്ടും വളരുന്നു എന്നല്ലേ അർത്ഥം. പിന്നെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അത് ഓരോ നമ്മൾ നിക്ഷേപിക്കുന്ന കമ്പനി ഏതാണോ, മ്യൂച്വൽ ഫണ്ട് ഏതാണോ അതിന് ഫണ്ട് ഹൗസസ് ഉണ്ടാവും, അതിന് ട്രസ്റ്റി, സ്പോൺസർ, RTA അതായത് രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റ്, പിന്നെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ്. സോ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, നമ്മൾ നിക്ഷേപിക്കുന്ന അസറ്റിനെ മാനേജ് ചെയ്യുന്ന കമ്പനിയുണ്ട് അല്ലേ. ഇപ്പോൾ HDFCയുടെ ഒരു മ്യൂച്വൽ ഫണ്ട് എടുക്കുകയാണെങ്കിൽ അവർ തന്നെയായിരിക്കും അതിൻ്റെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അസൈൻ ചെയ്തിരിക്കുക. അവർക്ക് തന്നെ ഉണ്ടാവും അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി ഉണ്ട്. അപ്പോൾ അവർ ആ മാനേജ്മെൻറ്റ് കമ്പനിക്കുള്ളിൽ നിങ്ങളുടെ ഫണ്ട് മാനേജ് ചെയ്യുന്ന ഫണ്ട് മാനേജേഴ്സ് ഉണ്ടാവും. ആ മാനേജേഴ്സിൻ്റെ ജോലിയാണ് നമ്മളുടെ ഒരു ഷെയർ മാർക്കറ്റിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഷെയർസ് വാങ്ങി അതാത് സമയത്ത് തന്നെ വിൽക്കുക, അടുത്ത ഷെയർ വാങ്ങുക, വീണ്ടും വിൽക്കുക, പ്രോഫിറ്റിലേക്ക് വന്നിട്ട് വിൽക്കുക, പിന്നെ ലോസിലേക്ക് പോകുമ്പോൾ വെയിറ്റ് ചെയ്യുക. ഇതൊന്നും ചെയ്യാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടും നമ്മൾക്കതിൻ്റെ പേഷ്യൻസ് ഇല്ലായ്മ കൊണ്ടും നമുക്കത് അറിയാത്തത് കൊണ്ടുമൊക്കെയാണ് പലരെയും ഇൻഡയറക്റ്റ്ലി നിങ്ങളും ഷെയർ മാർക്കറ്റിൽ പാർട്ടിസിപ്പേഷൻ നടത്തണം എന്നുള്ളത് കൊണ്ടാണ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ മെജോറിറ്റി ഓഫ് ദ ഫണ്ട്സ് വർക്ക് ചെയ്യുന്നത്. സോ ഈ കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്ത് മനസ്സിലാക്കേണ്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ നിക്ഷേപിക്കുന്ന ഫണ്ട് ആദ്യം ഞാൻ പറഞ്ഞു ഏത് കാറ്റഗറിയാണ്. മിഡ് ക്യാപ് ഫണ്ട് എന്ന് പറയുന്നത് ഒരു കാറ്റഗറി. ഇത് സപ്പോസ് ഇതാണെങ്കിൽ ഇത് നിങ്ങൾ മിഡ് ക്യാപ്പ് നോക്കുക. ഇനി അടുത്ത് മനസ്സിലാക്കേണ്ട ഈ ഫണ്ടിൻ്റെ ഓവറോൾ പെർഫോമൻസ് എന്താണ്?
ഫണ്ട്. ഇവിടെ നോക്കൂ, ഈ ഒരു ഗ്രാഫ് ഇവിടെ ശ്രദ്ധിച്ച് നിങ്ങൾ നോക്കിയാൽ അറിയാം, 3 ലൈൻസ്, മേജർ ലൈൻസ് കാണാം. ഒന്ന് റെഡ് കളറിൽ, ഒന്ന് ഗ്രീൻ കളറിൽ, ഇനിയൊരു മെറൂൺ കളറിൽ, ലൈറ്റായിട്ടുള്ള ഒരു ലൈറ്റ് റെഡ് കളറിൽ നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ അർത്ഥം എന്താണ്? 3 ഡിഫറെൻറ്റ് പോയിൻറ്റ്സ്. ഒന്ന് ഫണ്ട്, അതായത് നമ്മൾ നിക്ഷേപിക്കുന്ന ഫണ്ടിൻ്റെ ലൈനാണ് ഈ കാണുന്നത്. അടുത്ത എന്താണ്? ബെഞ്ച് മാർക്ക്. ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫണ്ട് ഏത് ബെഞ്ച് മാർക്കിനെ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. ഫോളോ ചെയ്യുന്ന ബെഞ്ച് മാർക്ക് ഏതാണ്? മിഡ് ക്യാപ്പ്. ഏത് മിഡ് ക്യാപ്പാണ്? നിഫ്റ്റി. അതിവിടെ കൊടുത്തിട്ടുണ്ടാകും. നിഫ്റ്റി മിഡ് ക്യാപ്പ്, ഫണ്ട് ബെഞ്ച് മാർക്ക്. ഇതാ നോക്കൂ, ഫണ്ട് ബെഞ്ച് മാർക്ക് ഏതാണ്? നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 TR. TR എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ്. ചിലതിന് TRI എന്നുണ്ടാവും, ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് എന്ന് പറയും. ഓക്കെ, അത് ഇൻ INR, നമ്മുടെ ഇന്ത്യൻ റുപ്പിയിൽ ടോട്ടൽ. അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ നോക്കേണ്ടത് നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 എന്ന് വെച്ചാൽ നിഫ്റ്റി എന്ന് പറയുന്നത് NSE ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് ആണ് നിഫ്റ്റി മിഡ് ക്യാപ്പ് എന്ന് പറയുന്നത്. മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ പുറത്ത് മൊത്തം നിക്ഷേപിച്ചിരിക്കുന്ന തുക എത്രയാണെന്നുള്ളതാണ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇതൊന്നും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയേണ്ട കാര്യമില്ല. ഇൻവെസ്റ്റേഴ്സ് ആണെങ്കിൽ, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ബ്രീഫായിട്ട് ഞാൻ പറയാം. മിഡ് ക്യാപ്പ് എന്ന് പറയുന്നത് നിഫ്റ്റി. ഇപ്പോൾ സ്കൂളിലൊക്കെ നിങ്ങൾ നോക്കൂ, ഒരു ക്ലാസ്സിൽ 1 മുതൽ 50 വരെ സ്റ്റുഡൻസ് ഉണ്ടാകും. അവരെ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം? പല രീതിയിൽ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റത്തില്ലേ? ആൽഫബറ്റിക് ഓർഡറിൽ അറേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ നല്ല ഫസ്റ്റ് റാങ്ക് വാങ്ങുന്ന കുട്ടി മുതൽ സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക്, ഫോർത്ത് റാങ്ക്, അപ് ടു 50th റാങ്ക് വരെ വാങ്ങുന്ന കുട്ടിയായിട്ട് അറേഞ്ച് ചെയ്യാം. ഇങ്ങനെ പല രീതി മെത്തേഡ്സിൽ നമുക്ക് പലതും അറേഞ്ച് ചെയ്യാം. ഇവിടെ എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? മിഡ് ക്യാപ്പ് എന്ന് പറയുന്ന സെഗ്മെൻറ്റ്. മിഡ് ക്യാപ്പ് എന്ന് പറയുന്നത് അതും സെബിയുടെ റൂൾ പ്രകാരം അസസ്മെൻ്റ് ഉണ്ട്. മിഡ് ക്യാപ്പ് എന്ന് പറയുന്നത് 5,000 crores ആൻഡ് എബോവ് അപ് ടു 20,000 crores എന്ന് പറയുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതല്ല, ഇപ്പോൾ അത് വീണ്ടും മുകളിലേക്ക് പോയി അറൗണ്ട് 75,000 crores വരെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനീസിനെ മിഡ് ക്യാപ്പ് എന്ന് പറയുന്നത്. പ്രീവിയസ്ലി അത് 20,000 ആൻഡ് എബോവ് എന്ന് പറയുന്നത് ലാർജ് ക്യാപ്പായിരുന്നു. ഇപ്പോൾ 75,000 വരെ ലാർജ് ക്യാപ്പും അതിന് മുകളിൽ പോകുന്നതിന് ജൈൻ ക്യാപ്പ് എന്ന് പറയുന്നു. മിഡ് ക്യാപ്പ് എന്ന് പറയുന്നത് അപ്പോൾ എത്ര? 5,000ഉം 20,000 എന്ന് പറയുന്നതിനെ മിഡ് ക്യാപ്പ് ആയിരുന്നത് അതിപ്പോൾ 5,000 മുതൽ 75,000 crores വരെ മിഡ് ക്യാപ്പും അതിന് മുകളിൽ എന്താ പറയുക ലാർജ് ക്യാപ്പ്, പിന്നെ ജൈൻ ക്യാപ്പ്, അങ്ങനെ പല രീതിയിലും ഒക്കെ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ മിഡ് ക്യാപ്പ് ആസ് പെർ കറണ്ട് സിറ്റുവേഷൻ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് 5,000 കോടിയിൽ നിന്നും 20,000 കോടിക്കുള്ളിലാണെങ്കിൽ അതിനെ മിഡ് ക്യാപ്പ് എന്ന സെഗ്മെൻറ്റിലേക്കാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യാം. അപ്പോൾ അത്തരം മാർക്കറ്റ് ക്യാപ്പുകളുള്ള കമ്പനീസിൻ്റെ ഒരുപാട് കമ്പനീസ് ഉണ്ടാവും. അതിൽ 1ാം റാങ്കുകാരൻ ആരാണ്? അങ്ങനെ 1 മുതൽ 150ാമത്തെ റാങ്കുകാരൻ വരെയുള്ള ഒരു ഇൻഡെക്സ് ആര് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? നിഫ്റ്റി NSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അവർ ഓരോ കാലാകാലങ്ങളിൽ ഇതിൻ്റെ ഈ നിഫ്റ്റി 150 എന്ന് പറഞ്ഞാൽ 2026 150 ആയിരിക്കത്തില്ല, 2027 ചില സ്റ്റോക്സ് ഉള്ളിലേക്ക് വരും, ചില സ്റ്റോക്സ് പുറത്തേക്ക് പോകും. ഇത് മനസ്സിലാക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. അതേമാതിരി അപ്പോൾ നിഫ്റ്റി 500 എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ് എനിക്ക് അർത്ഥം? ടോപ്പ് പെർഫോമറായിട്ടുള്ള മിഡ് ക്യാപ്പിൽ 500 മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ് അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് 500 എന്ന് പറഞ്ഞാൽ മിഡ് ക്യാപ്പിൽ 1 മുതൽ 500 വരെയുള്ള കമ്പനീസിൻ്റെ അതിൽ എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്ന് നിർബന്ധമില്ല. അതിൽ ടോപ്പ് പെർഫോമിങ് ഈക്വിറ്റീസ് കമ്പനീസിൽ നോക്കി നിക്ഷേപിക്കുന്നതിൻ്റെ ജോലി ആരുടേതാണ്? അതാണ് ഫണ്ട് മാനേജറുടെ ജോലി. ഓക്കെ, സോ ഇപ്പോൾ നിപ്പോൺ എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു ഫണ്ടിൻ്റെ മിഡ് ക്യാപ്പിനകത്ത് ഉള്ള സ്റ്റോക്സിൽ ഏതൊക്കെയാണോ ഈ ഫണ്ട് നിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഇതേ മിഡ് ക്യാപ്പിന് വേറൊരു കമ്പനിയുടെ ഫണ്ട് ഉണ്ടാവാം. ജസ്റ്റ് ഇപ്പോൾ നോക്കാം, ഇത് ഏത് ക്യാപ്പാണ്? ഇത് ലാർജ് ആൻഡ് മിഡ് ക്യാപ്പ് ഫണ്ട്. ഇതേ മിഡ് ക്യാപ്പിൽ തന്നെ നമുക്ക് 2 വേരിയേഷൻ എടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം പിടികിട്ടും. ഇതാണോ HDFC മിഡ് ക്യാപ്പ്. HDFC മിഡ് ക്യാപ്പിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇതും അതേമാതിരി രണ്ടും ഒരേ ഫണ്ട് തന്നെ 2 കമ്പനീസിൻ്റെ വ്യത്യസ്ത മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡിഫറൻസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ആവറേജ് ഐഡിയാസ് നിങ്ങൾക്ക് ലഭിക്കും.
സോ ഇതും അതേ നോക്കൂ, നിഫ്റ്റി മിഡ് ക്യാപ്പ് തന്നെയാണ് ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് നമ്മളിവിടെ കണ്ടു. കാറ്റഗറി ഫണ്ട് ഏതാണ്? അതും നിഫ്റ്റി തന്നെയാണ്. നിഫ്റ്റി മിഡ് ക്യാപ്പാണ് അതിൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത്. സോ ഇതിൽ നോക്കൂ, ഇതിൻ്റെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പെർഫോമൻസ് ലെവൽ. 2021 39% ഗ്രോത്ത് കൊടുത്തു, 22 12%, 23 44%, 24 28%, 25 6% കൊടുത്തു. ഇതിൻ്റെ എന്തൊക്കെ കൊടുത്തു? ഫണ്ട് 39 കൊടുത്തു. ബെഞ്ച് മാർക്ക് എത്ര ഉയർന്നു? 48% ഉയർന്നു. കാറ്റഗറി അതിൻ്റെ ഓവറോൾ കാറ്റഗറി എത്ര ഉയർന്നു? 44%. ഓൺ ആൻ ആവറേജ് അപ്പോൾ ഫണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തു എന്നർത്ഥം. 2022 നോക്കൂ, ബെഞ്ച് മാർക്കിനേക്കാളും കാറ്റഗറിയേക്കാളും ഫണ്ട് നല്ല രീതിയിൽ ഔട്ട് പെർഫോം ചെയ്തു എന്നർത്ഥം. 2023 ബെഞ്ച് മാർക്കിനോടൊപ്പം തന്നെ ഫണ്ടും നല്ല രീതിയിൽ പെർഫോമൻസ് കൊടുത്തു. കാറ്റഗറിയേക്കാൾ ഇത് കാറ്റഗറി വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ബെഞ്ച് മാർക്കും ഫണ്ടും ആണ് നമുക്ക് കൂടുതലായിട്ട് ഫോളോ ചെയ്യേണ്ടുന്നത്. സോ 2025 നോക്കൂ, ബെഞ്ച് മാർക്ക് ഡൗൺ ആണ്. എത്രയാ? ഏറ്റവും ഇപ്പോഴത്തെ കറണ്ട് ഇയറിൽ ബെഞ്ച് മാർക്ക് ഈസ് ഗെറ്റിംഗ് ഡൗൺ, ബട്ട് അതേമാതിരി ഫണ്ടും നല്ലവണ്ണം താഴെ പോയി. അതാണ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ വർഷത്തെ ടോപ്പ് പെർഫോമർ ആയിരിക്കത്തില്ല ഈ വർഷത്തെ ടോപ്പ് പെർഫോമിങ്. സോ ഓരോ പെർഫോമൻസ് അനുസരിച്ചിട്ടല്ല നമ്മൾ നോക്കേണ്ടത്, ഫണ്ടിൻ്റെ ആ ക്വാളിറ്റി അനുസരിച്ച് നമ്മൾ നോക്കുക. അതിൽ വൺ ഓഫ് ദി പാരാമീറ്റർ ഇതൊരു ഫോളോ അപ്പ് പാരാമീറ്റർ. അടുത്തത് നോക്കൂ, ആൽഫ. 3 വർഷത്തെ ആൽഫ എന്ന് പറയുന്നത്, ഇവിടുത്തെ ആൽഫ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആളെന്ന് നിങ്ങൾ ആൽഫ ഈസ് ഈക്വൽ ടു മനുഷ്യൻ എന്ന് സങ്കല്പിക്കുക. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജർ എന്ന് സങ്കല്പിക്കുക. മാനേജർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫണ്ട് മാനേജ് ചെയ്യുന്ന ആൾ, അയാളുടെ പെർഫോമൻസ് ലെവൽ എന്താണ്? ആൽഫ റേഷ്യോ 2.33 എന്ന് വെച്ചാൽ എന്താണ്? 1 മുകളിലാണ്. അതായത് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന നമ്മളുടെ തുകയെ അത് മാനേജ് ചെയ്യുന്ന അസറ്റ് മാനേജർ, അത് ആൽഫ ആൽഫ എന്ന് വന്നതുകൊണ്ട് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ എളുപ്പത്തിനാണ് ഞാൻ ഇതിങ്ങനെ പറഞ്ഞു. ആൽഫ is equal to മനുഷ്യൻ, ആള് അല്ല മനുഷ്യൻ, അത് മാനേജർ, അസറ്റ് മാനേജർ. സോ അസറ്റ് മാനേജറിൻ്റെ പെർഫോമൻസ് 2.33 ഈസ് ഫാൻറ്റാസ്റ്റിക്. എബോവ് 1 ആണെങ്കിൽ അത് നല്ലതെന്നർത്ഥം. പ്രത്യേകിച്ച് ഈക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഫണ്ട് 150 സ്റ്റോക്കുകളിൽ നിന്നും നമ്മൾക്ക് ഈ ഒരു ഫണ്ടിന് നല്ലത് ലഭിക്കാൻ, നല്ല പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഫണ്ട് മാനേജർ ആ 150-നുള്ളിൽ നിന്നും നല്ല ഫണ്ട്സ് സെലക്ട് ചെയ്ത് അതിനകത്ത് ഡിഫറൻഷ്യൽ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്ത് കൃത്യമായ രീതിയിൽ പുള്ളി പല റിസ്കിനെ പല രീതിയിലും അവോയ്ഡ് ചെയ്ത് റീസണബിളായിട്ട് നമുക്ക് ഗെയിൻ ഉണ്ടാക്കി തരാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷനാണ് അവിടെ 2.33 നമുക്ക് ക്വിക്കായിട്ട് മനസ്സിലാക്കാൻ പറ്റിയത്. ഇത്രയേ ഉള്ളൂ ക്വിക്ക് റേഷ്യോ, അല്ല ആൽഫ എന്ന് പറയുന്നത് 3 വർഷത്തെ ആൽഫയാണ്. അത് കഴിഞ്ഞ് നോക്കൂ, ഷാർപ്പ് റേഷ്യോ. എന്താണ് ഷാർപ്പ് റേഷ്യോ? ദാറ്റ് ഈസ് നമ്മളുടെ റിസ്ക് എത്ര എടുക്കുന്നുവോ അതിന് ആനുപാതികമായിട്ടാണോ നമുക്ക് റിവാർഡ് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, ഷാർപ്പ് റേഷ്യോ എന്ന് പറയുന്നത് 1.02. അതായത് നിങ്ങൾ 1:1 എന്ന് നമ്മൾ റിസ്ക് റിവാർഡ് എന്ന് കേട്ടിട്ടില്ലേ? 1:1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ ₹1 റിസ്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റിവാർഡ് എത്ര കിട്ടുന്നു? 1 ആണെങ്കിൽ അപ്പോൾ 1:1 എന്ന് പറയും. ഇവിടെ ഇപ്പോൾ 1.02 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന റിസ്ക്, നിങ്ങൾ എടുക്കുന്ന റിസ്കിനെ കൂടുതൽ തന്നെയാണ് നിങ്ങളുടെ റിവാർഡ് എന്നർത്ഥം. അപ്പോൾ ഷാർപ്പ് റേഷ്യോയും നന്നായിട്ടുണ്ട്. അടുത്തത് ബീറ്റ വാല്യൂ. ബീറ്റ എന്ന് പറയുന്നത് ബെഞ്ച് മാർക്ക് വാല്യൂ. ബീറ്റ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? വോളറ്റിലിറ്റി ഇൻഡെക്സിനെയാണ് ബീറ്റ വാല്യൂ എന്ന് പറയുക. അതായത് സിമ്പിൾ, നമ്മൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അമ്മ 1 ചാടിയാൽ മകൾ 10 ചാടുമെന്നൊരു പഴഞ്ചൊല്ല് നമ്മൾ കേട്ടിട്ടില്ലേ? അതേമാതിരി നിഫ്റ്റി പഴഞ്ചൊല്ലുകളായിട്ട് മാത്രമേ നിങ്ങൾ കൺസിഡർ ചെയ്യാവൂ. വിവാദത്തിനൊന്നും വഴിയൊരുക്കി കളയരുത്. പഴഞ്ചൊല്ലുകളിനെ പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതാര് എവിടെ ചാടുന്നു, അതിനപ്പുറം മറ്റേയാൾ എങ്ങോട്ട് ചാടുന്നു എന്നുള്ളതിനെ വ്യക്തമാക്കി തരാനാണ്. ഇവിടെ ഈ ബീറ്റ വാല്യൂ എന്ന് പറയുന്നത് 0.85 എന്ന് കാണിക്കുന്നു. എന്താണ് അതിനർത്ഥം എന്ന് വെച്ചാൽ, ഇതിൻ്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് എന്താണ്? നിഫ്റ്റി മിഡ് ക്യാപ്പ് അല്ലേ? മിഡ് ക്യാപ്പ് എന്ന് പറയുന്ന അതിൻ്റെ ബെഞ്ച് മാർക്ക് ഫണ്ട്, അത് 1 പോയിൻ്റ് മുന്നോട്ട് പോയാൽ
ഇത് നമ്മുടെ ഫണ്ടിൻ്റെ പെർഫോമൻസ് അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ ഇത് 3 വർഷത്തെ ബീറ്റ 8.85 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നമ്മുടെ ബെഞ്ച് മാർക്ക് ആയിട്ടുള്ള മിഡ് ക്യാപ്പ് നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 എന്ന് പറയുന്ന ഇൻഡെക്സ് ഉണ്ട്. ആ ഇൻഡെക്സ് 100 പോയിൻ്റ് മുന്നോട്ട് പോയാൽ നമ്മുടെ ഫണ്ട് 85 പോയിൻ്റ് വളരും എന്നർത്ഥം. അതേമാതിരി നമ്മുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സ് 100 പോയിൻ്റ് ഇടിഞ്ഞു എന്ന് വെച്ചോളൂ, എന്നാൽ നമ്മുടെ സ്റ്റോക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഫണ്ട് എത്ര ഇടിയത്തുള്ളൂ? 100 ഇടിയത്തില്ല, അത് 85 പോയിൻ്റേ താഴത്തുള്ളൂ. അപ്പോൾ 0.85 നല്ലതാണോ മോശമാണോ? അത് പറയപ്പെടുന്നത് നല്ലതെന്നാണ്. 1ന് മുകളിലാണ് പോകുന്നതെങ്കിൽ 100 പോയിൻ്റ് ബെഞ്ച് മാർക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ 150 പോയിൻ്റ് നമുക്ക് 1.5 ആണ് ബീറ്റ റേഷ്യോ എങ്കിൽ 100 പോയിൻ്റ് ബെഞ്ച് മാർക്ക് നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 100 പോയിൻ്റ് കയറിയാൽ നമ്മുടെ ഈ ഒരു ബെഞ്ച് മാർക്ക് 150 പോയിൻ്റ്, നമ്മുടെ ഈ സ്റ്റോക്കല്ല ഈ ഒരു ഫണ്ട് 150 പോയിൻ്റ് മുന്നേക്ക് നമുക്ക് ലാഭം കിട്ടും. അത് ശരി തന്നെയാണ്. പക്ഷെ ലോസ് വന്നാലോ, ബെഞ്ച് മാർക്ക് താഴെ പോയാലോ, അതും അതേമാതിരി കുത്തനെ താഴ്പോട്ടേക്ക് പോകും. സോ ഓൾവേസ് ബീറ്റ വാല്യൂ 1ന് തീരെ ലോ ആവാൻ പാടില്ല, 1നോട് അടുത്ത വാല്യൂ ആണെങ്കിൽ അത് നല്ലതാണെന്നർത്ഥം. റിസ്ക് കുറവാണ് കമ്പാരിറ്റീവ്ലി, വോളറ്റിലിറ്റി റിസ്ക് എന്നല്ല വോളറ്റിലിറ്റി കുറവാണെന്നർത്ഥം. ചാടാൻ നിൽക്കുന്ന വേഗതയിൽ കുറച്ച് കുറവുണ്ടാവും എന്നർത്ഥം. അടുത്തത് എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എപ്പോഴും എന്താ പറയുക, നോക്കൂ, ഇത് ആവറേജ് 16% ആണ്. ഡീവിയേഷൻ അതായത് നമ്മൾ സിമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡീവിയേഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഡീവിയേഷൻ ലെവൽസ്, അതായത് നോക്കൂ, ഓരോ അതിൻ്റെ വേരിയേഷൻസ് നോക്കൂ. ചില വർഷങ്ങൾ 39,000, ചില വർഷം അത് 12% ആയിട്ട് കുറഞ്ഞു, ചില വർഷം അത് 44% ആയിട്ട്, ചില വർഷം അത് 28% ആയിട്ട്, ഇനിയൊരു വർഷം അത് 6%. അപ്പോൾ ഈ ഒരു ഡീവിയേഷൻ, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിന് പകരം ഉണ്ടാകുന്ന ഒരു കുത്തനെ കയറ്റം, പിന്നെ ഒരു കുത്തനെ ഇറക്കം, പിന്നൊരു കയറ്റം, പിന്നെ ചെറിയൊരു ഇറക്കം, പിന്നെ നല്ലൊരു താഴ്ച, അപ്പോൾ ആ ഒരു റേഷ്യോ ഒരു പാരലൽ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കുറയും തോറും അതിനർത്ഥം എന്താണ്? ഫണ്ട് വലിയ ചാഞ്ചാട്ടമില്ലാതെ കറക്റ്റായ പാരലലി ഒരു ലെവലിന് പോയിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ കുറയും തോറും നമ്മളുടെ ഈ പറയുന്ന ഹയ്യസ്റ്റ് അപ്സൈഡ് ആണെങ്കിലും ഡൗൺ സൈഡ് ആണെങ്കിലും ഉണ്ടാകുന്ന വേരിയേഷൻ അത്രയ്ക്കില്ല, മോഡറേറ്റ് ആയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ എന്നർത്ഥം. സോ ദാറ്റ് ഈസ് ഓൾസോ എ പോസിറ്റീവ് സൈൻ എന്ന് പറയും. ആ ഒരു പർട്ടിക്കുലർ ഫണ്ടിൻ്റെ പോസിറ്റീവ് സൈനാണ്. അടുത്ത വിഷയം നോക്കൂ, ട്രാക്കിംഗ് എറർ. ബാക്കിയൊക്കെ റിസ്ക് 5 ഇയർ റിസ്ക് ലോയാണ്, 3 ഇയർ റിസ്ക് ലോയാണ്, 10 ഇയർ റിസ്ക് ആവറേജ് റിസ്ക് ആണ്. ഇത്രയും കഴിഞ്ഞു. ഇനി അടുത്ത് മനസ്സിലാക്കേണ്ടതെന്താണ്? നിങ്ങളുടെ ട്രേഡിംഗ് റിട്ടേൺസ് 3 മന്ത്സിൽ ഫണ്ട് മൈനസ്, ഇപ്പോൾ കഴിഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് 3 മന്ത്സിൽ ഫണ്ട് മൈനസ് പെർഫോമൻസ് ആണ്, പക്ഷേ ബെഞ്ച് മാർക്ക് പോസിറ്റീവ് പെർഫോമൻസ് ആണ്. കാറ്റഗറി ആണെങ്കിലും പോസിറ്റീവാണ്. 6 മന്ത്സിൽ അതേ ഇത് തന്നെയാണ്. പക്ഷേ 1 ഇയറിൽ നോക്കൂ, 1 ഇയറിൽ ഈക്വലായിട്ട് വന്നു കഴിഞ്ഞു. ഓൾമോസ്റ്റ് 7.8, 8.6, ഒരു പെർസെൻറ്റേജിൻ്റെ ഡിഫറൻസ്. 3 ഇയേഴ്സിൽ നോക്കൂ, 3 ഇയേഴ്സ് ഫണ്ടും ബെഞ്ച് മാർക്കിനേക്കാൾ മുകളിലേക്ക് പെർഫോമൻസ് വന്നു. 5 ഇയേഴ്സിൽ അതേമാതിരി ബെഞ്ച് മാർക്കിനേക്കാളും. അതാ ഞാൻ പറഞ്ഞ ഓരോ ചെറിയ ഷോർട്ട് ടേം പീരിയഡിലേക്ക് ഒരിക്കലും നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകരുത്. അത് ബെറ്റർ നിങ്ങൾ വേറെ അസറ്റ് ക്ലാസ് സെലക്ട് ചെയ്യുക. ലൈക്ക് കമ്മോഡിറ്റി മാർക്കറ്റ്, ഗോൾഡ്, സിൽവർ അതുപോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിനൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു 3 ഇയേഴ്സ് ടു 5 ഇയേഴ്സ് പീരിയഡിനുള്ളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ അത്തരം മ്യൂച്വൽ ഫണ്ടുകളിലേക്കൊക്കെ പോകും. അതൊക്കെ ആണെങ്കിൽ നമ്മൾ 100,000 സ്റ്റോക്കിൻ്റെ പിന്നാലെ ഒന്നും നടക്കണം. നമുക്ക് ആകെ അറിയേണ്ട ഗ്ലോബൽ മാർക്കറ്റിൽ സിൽവറിൻ്റെ വാല്യൂ കൂടുന്നുണ്ടോ, ഗോൾഡിൻ്റെ വാല്യൂ കൂടുന്നുണ്ടോ, ഓയിലിൻ്റെ വാല്യൂ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. വേറെ ഒന്നും അത് ഫോളോ ചെയ്യുന്നില്ല. ആ ഫണ്ട് ഫോളോ ചെയ്യുന്നു. അവിടെ ഫണ്ട് മാനേജറിനൊന്നും വലിയ റോളൊന്നുമില്ല. കാരണം അവർക്ക് കൂടുതൽ തലവേദന ഇല്ല. മാനേജ് ചെയ്യേണ്ടതൊന്നും 150 സ്റ്റോക്സിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാനേജ് ചെയ്യേണ്ട കാര്യമില്ല. ആകെ ഒന്നിനെ മാത്രം ഫോളോ ചെയ്താൽ മതി. സോ അവിടെ എപ്പോഴും ആൽഫ റേഷ്യോ കുറഞ്ഞിരിക്കും. കാരണം അവിടെ ഫണ്ട് മാനേജറിന് വലിയ പെർഫോമൻസ് ഒന്നും നേടിയെടുക്കേണ്ട കാര്യമില്ല. അത്തരം ഫണ്ടുകൾ നിങ്ങൾക്ക് ചെറിയ ഷോർട്ട് ടേമിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർബിട്രേജ് ഫണ്ട് നോക്കാം. അത് നല്ല ഫണ്ടുകളാണ്. അത് ഗ്രാജുവലി നിങ്ങൾക്ക് ലോസ് എന്ന് പറയുന്ന പ്രോബബിലിറ്റി വളരെ കുറവായിരിക്കും. സോ ഇത്തരം വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനിയും ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് അതിനെപ്പറ്റി. പക്ഷേ ജനറൽ ക്ലാസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പറ്റിയിട്ടുള്ളത് മെയിൻലി എല്ലാവരും ഇക്വിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നത് കൊണ്ടാണ് ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അടുത്തൊരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ അസറ്റ് അലൊക്കേഷൻ നോക്കൂ. സ്റ്റോക്സ്
ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 93 രൂപയും പോകുന്നത് സ്റ്റോക്സിൻ്റെ പുറത്താണ്. ബോൺഡ്സിൽ 0 ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ക്യാഷിൽ 6 ക്യാഷ് ഈക്വലൻ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നതിൽ എത്രയാണ് 6%. അപ്പോൾ ടോട്ടൽ സിംഹഭാഗവും എവിടെയാണ് പോകുന്നത്? സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. അതും തന്നെ മാർക്കറ്റ് ക്യാപ്പ് വെച്ച് സ്റ്റോക്സിന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ ജയൻറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഇപ്പം റിലയൻസ്, പിന്നെ HDFC ബാങ്ക്, ICICI ബാങ്ക്, ഇതുപോലെ വലിയ 5 ലക്ഷം കോടി 10 ലക്ഷം കോടിയൊക്കെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളതൊക്കെ ജയൻറ്റ് ക്യാപ്പ്, 1 ലക്ഷം കോടിക്ക് മുകളിലുള്ളതൊക്കെ ജയൻറ്റ് ക്യാപ്പ് എന്ന് പറയുന്നു. അത്തരം സ്റ്റോക്കുകളിൽ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് കുറവായിരിക്കും, പക്ഷെ നമ്മളുടെ സേഫർ സൈഡ് നമുക്കുണ്ടായിരിക്കും, പക്ഷെ നമുക്ക് വളർച്ചാ സാധ്യത കുറവായിരിക്കും. ഈ ഫണ്ട് അത്തരം ഈക്വിറ്റീസ്, അത്തരം സ്റ്റോക്കുകളുടെ പുറത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല, 0 ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പക്ഷേ ലാർജ് ക്യാപ്പിൽ നോക്കൂ, 60%, ഈ മൊത്തം 93% 60% ലാർജ് ക്യാപ്പ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതേമാതിരി മീഡിയം ക്യാപ്പിൽ നോക്കൂ, 35% മീഡിയം ക്യാപ്പ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സ്മോൾ ക്യാപ്പിലും 2.5 ഉണ്ട്. മൈക്രോ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? ബഡ്ഡിങ് കമ്പനീസിൽ വരെ ഈ സ്റ്റോക്സ് നമ്മുടെ ഈ ഒരു ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? കോമ്പിനേഷനാണ്. പക്ഷേ അതിൻ്റെയൊക്കെ തോത് കുറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ്? കാരണം റിസ്ക് കൂടുതൽ എടുക്കാൻ പറ്റില്ല. ഇതിനൊക്കെ മീഡിയം ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പൊക്കെ ചില കമ്പനീസൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്യപ്പെടാം, പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ അത് പെട്ടെന്ന് അതിൽ നിന്ന് ഔട്ടായി പോയാലോ. അപ്പോൾ റിസ്ക് എടുക്കാനും. പക്ഷേ ചില കമ്പനീസൊക്കെ ആദ്യം മുതലേ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ, ചെറിയ വിലയ്ക്ക് നമ്മൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ, നമ്മൾ പറയാറില്ല മൾട്ടി ഫോൾഡ് വളരുന്നൊക്കെ പറയുന്നില്ലേ. സോ മൾട്ടി ബാഗർ എന്നൊക്കെ പറയുന്ന കണ്ടീഷനിലേക്ക് 5 കൊല്ലം 10 കൊല്ലമൊക്കെ കഴിയുമ്പോൾ ഇത് ഒരുപാട് വളർച്ചയിലേക്ക് പോകാൻ സാധ്യതയുള്ള കമ്പനീസ് ആയിരിക്കാം. സോ അത്തരം കമ്പനീസിൽ വരെ ഇത് കറക്റ്റായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. എന്നാൽ മെജോറിറ്റി ഓഫ് ദി ഈക്വിറ്റീസ് എവിടെ പോയിരിക്കുന്നു? ലാർജ് ക്യാപ്പിൽ സേഫറായിട്ട് പോയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ അനദർ പോയിന്റ്. പിന്നെ അടുത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഹോൾഡിങ്സ് ഏതൊക്കെയാണ്, മേജർ കമ്പനീസിൽ ഏതൊക്കെയാണ് ഹോൾഡിങ്സ് വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും. AU ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ഗ്ലെൻമാർക്ക് ഫാർമസി, ഇന്ത്യൻ ബാങ്ക്, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ഫോർട്ടിസ്, IPK ലാബ്, ഇങ്ങനെ കമ്പനീസ് വൈസ് അറിയാൻ പറ്റും. ഏതൊക്കെ സെക്ടർ വൈസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ ഫണ്ടിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് നിങ്ങൾ ഇവിടെ നോക്കുക. എക്സിറ്റ് ലോഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടുന്ന പോയിൻ്റാണ് ഈ എക്സിറ്റ് ലോഡ്. അതായത് നമ്മൾ ഈ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ. നിക്ഷേപിച്ച് 1 വർഷത്തിനുള്ളിൽ തിരിച്ച് നമ്മൾ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചെടുക്കുകയാണെങ്കിൽ 1% നമുക്ക് എക്സിറ്റ് ലോഡ് അവർ പിടിക്കും. പക്ഷേ 1 വർഷത്തിന് മുകളിൽ ആ ഫണ്ട് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ലോഡ് ഇല്ല എന്നുള്ളതാണ്. എക്സിറ്റ് ലോഡ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പെർസെൻറ്റേജ് അവർ പിടിക്കുന്ന തുക, തിരിച്ച് പിടിക്കുന്ന തുകയാണ്. അപ്പോൾ അത് 1 വർഷത്തിന് മുകളിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി 1 വർഷത്തിന് ശേഷമാണ് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് പിൻവലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 0 പൈസയാണ് നിങ്ങൾ കൊടുക്കേണ്ടി വരിക. എക്സ്പെൻസ് റേഷ്യോ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് ഓരോ വർഷവും 1.29% നമ്മുടെ ഏർണിങ്സിൽ നിന്ന് നമുക്ക് ഈ കമ്പനിയുടെ അസറ്റിനെ നമുക്ക് വേണ്ടി ഇത്രയും മാനേജ് ചെയ്യുമ്പോൾ അതിനുള്ളൊരു റേഷ്യോ, എക്സ്പെൻസ്, ചിലവ് എത്രയാണ്? ആ ചിലവ് 1.29% ഔട്ട് ഓഫ് യുവർ ഗെയിൻ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതായത് 18% നിങ്ങൾക്ക് റിട്ടേൺ ഉണ്ടെങ്കിൽ അതിൽ 1.29% കുറച്ചിട്ടേ നമുക്ക് ലഭിക്കത്തുള്ളൂ എന്നർത്ഥം. അതെന്താണ്? ബിക്കോസ് ഫണ്ട് മാനേജർമാർക്ക് അത്രയ്ക്ക് റോളുണ്ട് ഇതിനകത്ത്, അത്രയ്ക്ക്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസിന് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സും മറ്റ് കാര്യങ്ങളൊക്കെ വേണ്ട. ഇതൊക്കെ മാനേജ് ചെയ്യുന്നവർക്കൊക്കെ കാശ് കൊടുക്കണം, ചിലവ് ഉണ്ട്. സോ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ 1.29% പിടിക്കുന്നത്. പല കമ്പനീസും പല രീതിയിൽ ഇത് 1.29 എന്ന് പറഞ്ഞാൽ ഇതിന് മാത്രമാണ്. വേറൊന്നിന് ഇനിയൊരു രീതിയായിരിക്കാം. ഇനിയൊരു ഫണ്ട് നോക്കൂ, ഇനിയൊരു ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ നോക്കി, അത് 1.26 ആണ്. അതിന് എക്സിറ്റ് ലോഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എത്ര? വെറും 1 മാസത്തെ എക്സിറ്റ് ലോഡ്. 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാസം വരെ 1%, 1 മാസത്തിന് മുകളിൽ, മറ്റത് 1 വർഷമായിരുന്നു, ഇത് 1 മാസം. 1 മാസത്തിന് മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് 0-ൽ വിഡ്രോ ചെയ്യാം. അത് ഇനി ഇതിൻ്റെ ആൽഫ റേഷ്യോ ഒക്കെ നോക്കൂ, ഇതും അതേമാതിരി 2.6. ഷാർപ്പ് റേഷ്യോ നോക്കൂ 1. ഇത് തന്നെ ഈ ഫണ്ടാണ് നമ്മളിപ്പോൾ നോക്കിയത്, അല്ലല്ലോ. യെസ്, ഇത് 1.2. ഇതാ നോക്കൂ, ഇത് 1 ആണ് ഷാർപ്പ് റേഷ്യോ. കറക്റ്റായിട്ട് ഒരേ റേഞ്ചിൽ തന്നെ നമുക്ക് റിസ്ക് റിവാർഡ്, നമ്മൾക്ക് റിസ്ക്കും റിവാർഡ് 1:1 തന്നെ ലഭിക്കുന്നു എന്നർത്ഥം. ബീറ്റ വാല്യൂ 0.97 ആണ്, അതും നല്ല ഫണ്ട് തന്നെയാണ്. മറ്റത് 0.86 ആയിരുന്നു. പക്ഷേ ആൽഫ 2.26 കൊള്ളാം. സോ ആവറേജിൽ ഇത് ജൈൻറ്റ് ക്യാപ്പിലല്ല, ലാർജ് ക്യാപ്പിലാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ജൈൻറ്റ് ക്യാപ്പിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ജൈൻറ്റ് ക്യാപ്പിൽ കൊടുത്തിട്ടുണ്ട്. ലാർജ് ക്യാപ്പിൽ തന്നെയാണ് 65%, മീഡിയം ക്യാപ്പിൽ 28%,
സ്മോൾ ക്യാപ്പിൽ 1%, മൈക്രോ ക്യാപ്പിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല. സെക്ടർ വൈസ് BSE, ഫോർട്ടിസ്, ഫെഡറൽ ബാങ്ക്, AU, ഭാരത് ഫോർജ്, പവർ ഫിനാൻസ്, വോൾട്ടാസ്, കേട്ടോ, ഇതൊക്കെ ഇത്തരം കമ്പനീസിലൊക്കെയാണ് നമ്മളുടെ നിക്ഷേപം പോയിരിക്കുന്നു എന്നർത്ഥം. ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് നമ്മുടെ ഫണ്ട് എങ്ങനെ വളരുന്നുണ്ട് ഇല്ലെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈ പറയുന്ന ഫണ്ട്, ഇതിന് നല്ല ശ്രദ്ധിച്ചോളൂ, ഇതെന്താണ് ഫണ്ട് ഫാക്ട് ഷീറ്റ്. ഫണ്ട് ഫാക്ട് ഷീറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ മാസവും ചേഞ്ചസ് വരുന്ന മുറയ്ക്ക് അതിനകത്തും ചേഞ്ചസ്, വാല്യൂസ് മാറിക്കൊണ്ടേയിരിക്കും. അല്ലാതെ ഇന്നത്തെ ഫണ്ട് ഫാക്ട് ഷീറ്റ് അല്ല. ഒരു വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേ ഫണ്ട് ഫാക്ട് ഓരോ 6 മാസം കൂടുമ്പോഴെങ്കിലും മിനിമം ഇത് മാറിക്കൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് അപ്പോഴൊക്കെ ഇതിൻ്റെ മാറ്റങ്ങൾ നിങ്ങളുടെ ഫണ്ടിനെ പറ്റി മനസ്സിലാക്കണമെങ്കിൽ ഇതെന്താണെന്നുള്ളത് കാര്യം ഞാൻ പറഞ്ഞു തന്നു. ഇതേമാതിരി നിങ്ങൾ എല്ലാം മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ മാത്രം, ഒരു ഫണ്ട് ഫാക്ട് ഷീറ്റ് ഇല്ലാത്ത ഒരു ഫണ്ടാണ് ആരെങ്കിലും നിങ്ങളോട് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിന് ഫണ്ട് ഫാക്ട് ഷീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് മ്യൂച്വൽ ഫണ്ട് അല്ല എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. സോ കാര്യങ്ങൾ വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്താ പറയുക, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലത് തന്നെയാണ് ഫോർ ഫ്യൂച്ചർ ഗ്രോത്ത്. നിങ്ങൾക്ക് നല്ല റിട്ടയർമെൻറ്റ് പീരീഡൊക്കെ ആസ്വദിക്കാം. ഇതിനകത്തൊക്കെ പല തരത്തിലുള്ള മാനേജ്മെൻറ്റ് ടെക്നിക്സൊക്കെ ഉണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് റിട്ടയർമെൻറ്റിലേക്കൊക്കെ പോകണം, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അവർക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുന്നു എന്നാൽ നമുക്ക് വേണ്ടി ജീവിക്കാൻ നമ്മൾ മറന്നു പോകുന്ന പലരും ഉണ്ടാവും. അവർക്കും ഇത് എന്താ പറയുക, മ്യൂച്വൽ ഫണ്ടിനെ എങ്ങനെ മാനേജ് ചെയ്ത് അവരുടെ കാര്യങ്ങളും സുഗമമാക്കാം, അതിനോടൊപ്പം തന്നെ നമ്മുടെ ഫ്യൂച്ചേഴ്സിനും സുഗമമാക്കാനുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്യണം. എന്നാൽ അത് സ്മാർട്ടായിട്ട് ചെയ്യണം. ഹാർഡായിട്ട് ചെയ്യുന്നതിന് പകരം അത് ഒരു എഫിഷ്യൻ്റായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് ഇനിയൊരു വീഡിയോ നമുക്ക് പരിചയപ്പെടാം. സോ ഇത് വളരെ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത്ര ആത്മാർത്ഥമായിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്കിത് വളരെ വളരെ അത്യാവശ്യമാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കഴിയുന്നത് നിങ്ങളിത് പഠിക്കാൻ ശ്രമിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് ആണിത്. അതിനുശേഷം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരിക. താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.